കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങുന്ന കാട്ടുമൃഗങ്ങളും നാട്ടിൽ നിന്ന് കാട് കയറുന്ന വന്യമൃഗങ്ങളും രണ്ടാം ഭാഗമാണ്. ഇത് കാടിറങ്ങുന്ന കടുവകൾ. വന്യമൃഗങ്ങൾ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന വേനൽക്കാലത്ത് ഇന്ന ജീവികൾ കൂടുതലായി ഇറങ്ങുമെന്ന് പറയാനാവില്ല. കാരണം വെള്ളം അന്വേഷിച്ചും ആഹാരം തേടിയും എല്ലാം ഈ ജീവികൾ നാട്ടിലേക്കും നാടിനടുത്തുള്ള കാട്ടിലേക്കും ഇറങ്ങി വരാറുണ്ട്. ഇതിന് കാരണം മാനും മ്ലാവും പന്നിയും പോലുള്ള വലിയ ജീവികളുടെ ആഹാരം അവയ്ക്കുള്ള ആഹാരം തേടി നാട്ടിലേക്ക് ഇറങ്ങി വരുന്നു എന്നതാണ്. അവയ്ക്ക് പിന്നാലെ വലിയ ജീവികൾ അവയ്ക്കുള്ള ആഹാരം തേടി ബഫർ സോണുകളിലേക്കും എത്താറുണ്ട്. ഒരു കാരണം ഇതാണ്. ഇതുകൂടാതെ കടുവ പോലുള്ള ജീവികൾ പ്രായാധിക്യം കൊണ്ടും ടെറിട്ടറി പ്രോബ്ലം കൊണ്ടുമെല്ലാം കോർ സോണിലെ ഇരപിടുത്തം ദുഷ്കരമാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ ഇരപിടിക്കാൻ നാട്ടുമൃഗങ്ങളെ തേടി ബഫർ സോണിലും നാട്ടിലേക്കുമൊക്കെ എത്തുവാനും സാധ്യത കൂടുതലാണ്. ഇതിനേക്കാളെല്ലാം പ്രധാനമായ മറ്റൊരു കാരണം കൂടിയുണ്ട്. കാട് കയറുന്ന നാട്ടുമൃഗങ്ങളുടെ സാന്നിധ്യം, അതായത് മനുഷ്യൻ്റെ കാട്ടിലുള്ള സാന്നിധ്യം. എന്തിനു മനുഷ്യൻ കാട് കയറുന്നു എന്നത് ചിന്തിക്കേണ്ട വിഷയമാണ്. അത് വിവാദപരമായതുകൊണ്ട് തന്നെ ആ വിഷയത്തെക്കുറിച്ച് തൽക്കാലം സംസാരിക്കുന്നില്ല. നമ്മളിതിനു മുമ്പ് കൂടുതലായി ചർച്ച ചെയ്ത വിഷയം തന്നെയാണിത്. പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ ചർച്ച ചെയ്ത ആ വിഷയം മനഃപൂർവ്വമായി ഒഴിവാക്കുന്നു. കടുവകൾ ആഹാര ശൃംഖലയുടെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ജീവിയാണ്. അവയ്ക്ക് ആഹാരം യഥേഷ്ടം നമ്മുടെ കോളനിയിൽ ഉണ്ട് താനും. ആ ആഹാരം പലപ്പോഴും കിട്ടാതെ വരുമ്പോഴാണ് ഈ അവസ്ഥ ഉണ്ടാകാനുള്ള പ്രധാന കാരണം. കാടിറങ്ങി വരുന്ന കടുവകളെ നാട്ടിൽ കാണുവാൻ ഇടവരുമ്പോൾ കൊട്ടിക്കോശികളിൽ തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണവും. ഉദാഹരണ സഹിതം ചില കാര്യങ്ങൾ പറയാതെ തരമില്ല. കടുവകളെ കാണുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ സ്ഥലങ്ങളിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ മുന്നറിയിപ്പുകൾ ഉണ്ടാവാറുണ്ട്. കടുവകൾ ഇറങ്ങുന്ന സമയം, ഇര തേടി ഇറങ്ങുന്ന സമയം പ്രത്യേകിച്ചും ഇരുട്ട് വീഴുന്ന സമയമാണ്. ഒരു കാരണവശാലും പൊതുജനങ്ങൾ വെളിയിൽ ഇറങ്ങരുത് എന്ന കർശന മുന്നറിയിപ്പുകളെ അവഗണിച്ച് കാലികൾക്ക് പുല്ല് ചുറ്റുവാൻ പോയ ആളെ കടുവ പിടിച്ചു. മുൻപ് ഞാനിത് പറഞ്ഞിരുന്നു. ഒരു ജീവൻ ഇല്ലാതാകുന്നത് ദുഃഖകരം തന്നെയാണ്. മനുഷ്യനെ പോലുള്ള കാഴ്ചകളുള്ള ജീവികളല്ല ഇവ. ഗന്ധം കൊണ്ടും അനക്കം കൊണ്ടും മങ്ങിയ കാഴ്ച കൊണ്ടുമാണ് ഇവ ആഹാരത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. അത് മനുഷ്യനാണോ മൃഗമാണോ എന്ന് നോക്കിയല്ല എന്നും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. അധികവും മനുഷ്യഗന്ധം അറിയാവുന്ന ഈ ജീവികൾ മനുഷ്യനെ ഭക്ഷിക്കാറില്ല എന്നും ഒരു സത്യം തന്നെയാണ്. മനുഷ്യനെ ഇവ പേടിയോടുകൂടി തന്നെയാണ് നോക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ചില സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ വലിയ വാർത്തകളാക്കി ആവാസ വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കുകയാണ് മനുഷ്യൻ ചെയ്യുന്നത്.
വയനാട്ടിലെ ആ സഹോദരനെ കടുവ പിടിക്കുന്നതിന് തൊട്ടു മുമ്പ് നാട്ടുകാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും എല്ലാം കൊടുത്ത മുന്നറിയിപ്പുകളെല്ലാം പാടെ അവഗണിച്ച് അദ്ദേഹം കാടിനടുത്തേക്ക് പുല്ലി എത്താൻ പോവുകയാണ് ഉണ്ടായത്. പുല്ലി എത്തിക്കൊണ്ടിരിക്കുന്നപ്പോഴാണ് കടുവയുടെ ആക്രമണം ഉണ്ടായത്. കടുവ പിടിച്ചാൽ നഷ്ടപരിഹാരം കുടുംബത്തിന് കിട്ടുമെന്ന തമാശയും പറഞ്ഞു പോയ അദ്ദേഹത്തിൻ്റെ ഷർട്ട് ഉരുവെച്ച് കുനിഞ്ഞു നിന്ന് പുല്ലി എത്തുന്ന സമയം, ആ സമയത്താണ് കടുവയുടെ ആക്രമണം ഉണ്ടായത്. ഇര തേടി ഇറങ്ങുന്ന കടുവ പന്നിയാണെന്ന് കരുതിയിട്ടുണ്ടാവാം. അത് ചാടി വീണ് കഴുത്തിൽ പിടുത്തമിട്ടാൽ പിന്നെ അത് വിടില്ല. ആ ജീവി അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ വന്യജീവി എന്ന് വിളിക്കുന്നതും. തിരിച്ചറിവുള്ള കാഴ്ചകളുള്ള മനുഷ്യൻ അത് മനസ്സിലാക്കിയില്ല എങ്കിൽ പിന്നെ ആരാണിത് മനസ്സിലാക്കേണ്ടത്? വിവേകത്തോടെ ചിന്തിക്കുക, പെരുമാറുക. കാടിറങ്ങുന്ന കടുവ പോലുള്ള ജീവികൾ നാട്ടിലെത്തുമ്പോൾ അവയെ പരിഭ്രാന്തിയിലാക്കാതെ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം പാലിച്ച് വീടിനുള്ളിൽ കയറിയിരിക്കുക. അവയ്ക്ക് കുറച്ച് സമയം കൊടുക്കുക. അവ തനിയെ കാട് കയറിക്കൊള്ളും. ഇവിടെ സംഭവിക്കുന്നത് മറിച്ചാണ്. കടുവ ഇറങ്ങിയെന്ന് കേൾക്കുമ്പോൾ കാഴ്ചക്കാരുടെ ഒരു വലിയ കൂട്ടം, സെൽഫി വീഡിയോകൾക്കായി മറ്റൊരു കൂട്ടം, കൂടെ മാധ്യമങ്ങളുടെ ലൈവ് റിപ്പോർട്ടിംഗ്. എത്ര കണ്ട് പ്രശ്നത്തെ വഷളാക്കാൻ പറ്റുന്നുവോ അത്രയ്ക്കും പ്രശ്നം വഷളാവുക തന്നെ ചെയ്യും. വാർത്തകൾ പരക്കുമ്പോൾ നാട്ടിലെ കുട്ടി നേതാക്കൾ ജനങ്ങളുടെ സംരക്ഷകരായി അവതരിക്കും. സ്വാഭാവികമായി ഗവൺമെൻറ്റുകൾ ഇടപെടും. ഒന്നുകിൽ മയക്കുവെടി വെച്ച് അതിനെ പിടിക്കുവാൻ ഉത്തരവുകളുണ്ടാവും, അതല്ലെങ്കിൽ അവയെ ഓടിച്ച് കാട് കയറ്റാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും ലഭിക്കും. ഈ മയക്കുവെടി വെച്ചാൽ ആ ജീവി പിന്നെ ജീവനോടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് പറയാനും പറ്റില്ല. ഇതൊരു കുറ്റമായി പറഞ്ഞതല്ല. കാടിറങ്ങുന്ന കടുവകളെ തൂക്കി നോക്കി അവയുടെ ഭാരം നോക്കിയിട്ടല്ല വെടിവെക്കുന്നത്. ആ ജീവിയെ കണ്ട് ഒരു ഉദ്ദേശഭാരം കണക്ക് കൂട്ടി അങ്ങനെയാണ് അവയ്ക്ക് നേരെ വെടിയുയരുന്നത്. ചിലപ്പോൾ മയക്കുമരുന്നിൻ്റെ അളവുകൾ കൂടുതലാവാം, കുറവുമാവാം. കൂടുതലായ ചിലപ്പോൾ എന്നേക്കുമായ ജീവികൾ ഇല്ലാതാവുകയും കുറഞ്ഞു പോയാൽ വീണ്ടും വെടിവെച്ചാൽ ഇതുതന്നെയാണ് അവസ്ഥയും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പല കടുവകളും ചാവുന്നത്. ഇനി കാട് കയറ്റുവാൻ ഉദ്യോഗസ്ഥർ ശ്രമിച്ചാൽ ബോധമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന വിഡ്ഢികളായ മനുഷ്യൻ ഇവയ്ക്ക് മുന്നിലും പുറകിലും ഫോണുകളുമായി ഉണ്ടാവും. ഇതിനിടയ്ക്ക് കുടുങ്ങിപ്പോയ ആ ജീവിയിൽ നിന്ന് ആക്രമണവും ഉണ്ടാവും. അത് ഉറപ്പായി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്. സമചിത്തതയോടെ കാര്യങ്ങളെ സമീപിക്കുക. അവ വന്യജീവികളാണ്. ഈ ബോധം നിനക്കും എനിക്കും ഉണ്ടാവട്ടെ. ഇല്ലെങ്കിൽ നിൻ്റെ ശരീരത്തിൽ മുറിവുകളും നിൻ്റെ ജീവന് ഭീഷണിയും ഉണ്ടാകും. बोगी इटाना ओ बोगी इटाना
వెళ్ళిపోయి దూరం వెళ్ళిపోయింది. ఓ MD കാഴ്ചകൾ വീണ്ടും നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുമ്പോൾ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് വീണ്ടും എത്തുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാഴ്ചകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എനിക്ക് വിലപ്പെട്ടതാണ്. പുതിയ കാഴ്ചകളും പുതിയ അറിവുകളും പുതിയ അനുഭവങ്ങളുമായി വീണ്ടും എത്തുന്നതാണ്. സ്നേഹത്തോടെ, നന്ദിയോടെ, ജൂബിക്കൻ കടൻ MD.